ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു കിടുക്കാച്ച 8 ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കൺസോളിഡേഷൻ. ഓക്കെ, സോ അപ്പോൾ കൺസോളിഡേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. സോ കൺസോളിഡേഷൻ ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഫോർ CMA ഫൈനൽ CFR. സോ നമുക്ക് ഏകദേശം 15 to 20 മാർക്കിന് വരെ എക്സാമിന് ചോദ്യം ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് കൺസോളിഡേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് ഇൻഡേഴ്സ് 110 ഇൻഡേഴ്സ് 1110 ആണ് കൺസോളിഡേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. സോ അതേപോലെ തന്നെ ആൻഡ് AS21. ഓക്കെ, സോ AS21 കൺസോളിഡേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ അപ്പൊ നമുക്ക് ഇതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 21 ഇൻഡേഴ്സ് 110 ഏകദേശം ഒരു 90% സെയിം കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. സോ ചെറിയ ചെറിയ ഡിഫറൻസുകൾ ഉണ്ട് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിൽ. സോ എക്സാമിന് മേ ബി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള കൺസൾട്ടേഷൻ ചോദിക്കാം, അല്ലെങ്കിൽ ഇൻഡേഴ്സ് പ്രകാരമുള്ള കൺസൾട്ടേഷൻ ചോദിക്കാം. ഓക്കെ, സോ എങ്ങനെയായാലും ആൻസർ ചെയ്യണം. സോ അപ്പൊ നമുക്ക് എന്താ പറയാ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കൺസൾട്ടേഷൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പഠിക്കാം. സോ നിങ്ങൾ ഇതുവരെ പഠിക്കാത്ത ഒരു ടോപ്പിക്കാണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ആർക്കാണ് ഇത് അപ്ലിക്കബിൾ എന്നുള്ളതും പഠിക്കാം. ഓക്കെ, സോ അപ്പൊ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കട്ടോ. ഓക്കെ, സോ കമ്പനീസ് ആക്ട് പ്രകാരം, സോ ഞാൻ ഇവിടെ ഒരു ചെറിയൊരു നോട്ട് ചെയ്താണ്. സോ ആസ് പെർ കമ്പനീസ് ആക്ട്, as per Companies Act, along with standalone financial statement, standalone എന്ന് വെച്ചാൽ സെപ്പറേറ്റ് കേട്ടോ. Separate financial statement, the entity needs to prepare consolidated financial statement. Consolidated financial statement in case has a subsidiary or joint venture or associate. സോ ഒരു കമ്പനിക്ക് സബ്സിഡറി കമ്പനി ഉണ്ടെങ്കിലോ, നിങ്ങൾക്ക് സബ്സിഡറി കമ്പനി എന്താണെന്ന് അറിയാം അല്ലെ? സോ അപ്പൊ X ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിക്ക് Y ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയിൽ മോർ ദാൻ 50% ഷെയർ ഹോൾഡിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ, സോ നമ്മളുടെ X ലിമിറ്റഡ് എന്ന് പറയുന്നത് ഹോൾഡിംഗ് കമ്പനിയാണ്. സോ അതേപോലെ തന്നെ Y ലിമിറ്റഡ് എന്ന് പറയുന്നത് സബ്സിഡറി കമ്പനിയാണ്. സോ മോർ ദാൻ 50% ഇതിലുള്ള ഷെയർസ് ആര് ഹോൾഡ് ചെയ്യുന്നുണ്ട്? X ലിമിറ്റഡ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഈ ഹോൾഡിംഗ് കമ്പനി അവരുടെ സെപ്പറേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, അതിനെയാണ് സ്റ്റാൻഡ് അലോൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. സ്റ്റാൻഡ് അലോൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ സ്റ്റാൻഡ് അലോൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്തായാലും പ്രിപ്പയർ ചെയ്യണം. ബാലൻസ് ഷീറ്റും പിന്നെ P&L അവരുടെ സ്വന്തമായിട്ടുള്ള ബാലൻസ് ഷീറ്റും P&L സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യണം. അതിന്റെ പുറമെ സോ ദേ ആൾസോ നീഡ്സ് ടു പ്രിപ്പയർ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വെച്ചാൽ ഈ സബ്സിഡറി കമ്പനിന്റേതും പാടെ കൂടിയിട്ട് കൺസോളിഡേറ്റ് ചെയ്തിട്ടുള്ള അല്ലെ. സോ X ലിമിറ്റഡ് ആൻഡ് Y ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ളതിന്റെ ടോട്ടൽ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം എന്നാണ് കമ്പനീസ് ആക്ട് 2013 നമ്മളോട് പറയുന്നത്. സോ അപ്പൊ എവിടെയാണ് കൺസോളിഡേഷന്റെ പ്രസക്തി? സോ കമ്പനീസ് ആക്ട് 2013 കൺസോൾട്ടേറ്റ് ചെയ്യണം എന്ന് നിർബന്ധമായിട്ടും പറയുന്നത്. ഏത് കേസിലൊക്കെയാണ് കൺസോൾട്ടേഷൻ നിർബന്ധം? നിങ്ങൾക്കൊരു സബ്സിഡറി കമ്പനി ഉണ്ടെങ്കിലോ, നിങ്ങൾക്കൊരു ജോയിന്റ് വെഞ്ചർ ഉണ്ടെങ്കിലോ, നിങ്ങൾക്കൊരു അസോസിയേറ്റ് കമ്പനി ഉണ്ടെങ്കിലോ നമ്മൾ എന്ത് ചെയ്യണം? കൺസോൾട്ടേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യണം. ഏതിന്റെ പുറമെ? നമ്മളുടെ സെപ്പറേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ പുറമെ, സ്റ്റാൻഡ് അലോൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ പുറമെ നമ്മൾ കൺസോൾട്ടേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും കൂടി എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം. മനസ്സിലായോ? ഓക്കെ, സോ ഇനി അക്കൗണ്ടിങ് ഫ്രെയിം വർക്ക്. സോ ശ്രദ്ധിക്കട്ടോ. സോ നമുക്ക് സബ്സിഡറി കമ്പനി ആണെന്നുണ്ടെങ്കിൽ, സബ്സിഡറി ഉണ്ടെങ്കിൽ ഫുൾ കൺസോളിഡേഷൻ ആണ് വേണ്ടത് കേട്ടോ.
ഫുൾ കൺസോളിഡേഷൻ. സോ ഇത് ഇൻഡേഴ്സ് 110 പറയുന്നത് കേട്ടോ. സോ അസോസിയേറ്റ് കമ്പനി ഉണ്ടെങ്കിൽ, അസോസിയേറ്റ് കമ്പനി എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ട് കേട്ടോ. 20% ഓർ മോർ ഹോൾഡിംഗ് ഉണ്ടെങ്കിലാണ് അസോസിയേറ്റ് കമ്പനി ആവുന്നത്. സോ അസോസിയേറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വിറ്റി മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇക്വിറ്റി മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കൺസോളിഡേഷൻ പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ ഇൻഡേഴ്സ് 28 ആണ് കവർ ചെയ്യുന്നത് കേട്ടോ. സോ ഇൻഡേഴ്സ് 28 ആണ് അസോസിയേറ്റ് കമ്പനിയുടെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഓക്കെ. സോ ഇനി ജോയിന്റ് വെഞ്ചർ ഉണ്ട്. സോ ജോയിന്റ് വെഞ്ചർ ഉണ്ട് എങ്കിൽ, സോ ജോയിന്റ് വെഞ്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ, സോ AS 27 പ്രകാരം സോ പ്രൊപ്പോർഷനേറ്റ് കൺസോളിഡേഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രൊപ്പോർഷനേറ്റ് കൺസോളിഡേഷൻ ആണ് ചെയ്യേണ്ടത്. സോ ഇൻഡേഴ്സ് 111 ഉണ്ട്. ഇൻഡേഴ്സ് 111 പ്രകാരം നമ്മൾ ഇക്വിറ്റി മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇക്വിറ്റി മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ജോയിന്റ് വെഞ്ചറിന്റെ കൺസോളിഡേഷൻ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. സബ്സിഡറി കമ്പനിയുടെ ഫുൾ കൺസോളിഡേഷൻ, അസോസിയേറ്റ് കമ്പനിയുടെ കൺസോളിഡേഷൻ ഇക്വിറ്റി മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ ചെയ്യണം, ജോയിന്റ് വെഞ്ചറിന്റെ കൺസോളിഡേഷൻ AS വെച്ചിട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് വെച്ചിട്ട് എങ്ങനെ ചെയ്യണം, ഇൻഡേഴ്സ് 111 ജോയിന്റ് അറേഞ്ച്മെന്റ് എന്നാണ് നമ്മൾ പറയാറുള്ളത്, അതും ഇക്വിറ്റി മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ. സോ അപ്പൊ അതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് സബ്സിഡറി കമ്പനിയുടെ ഫുൾ കൺസോളിഡേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോ ഫുൾ കൺസോളിഡേഷൻ മെത്തേഡ്, full consolidation method. Okay, full consolidation method. So the same under AS and Indes. So Indes പ്രകാരം AS പ്രകാരം സെയിം തന്നെയാണ് കേട്ടോ ഫുൾ കൺസോളിഡേഷൻ. സോ ഫസ്റ്റ് എന്താണ് ഓരോ കാര്യങ്ങളും ആദ്യം ഇതിന്റെ പിന്നെ എന്താണ് പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ ഞാൻ പറയും. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ സ്റ്റെപ്സും പറയും. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്വസ്റ്റ്യനിലോട്ട് പോകുന്നത്. ആദ്യം ഇതിലുള്ള ടെക്നിക്കൽ ടേംസ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം പഠിച്ചിരിക്കണം. അതിന്റെ ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സ്റ്റെപ്സുകൾ പഠിക്കേണ്ടത്. ആ സ്റ്റെപ്പും കൂടി പഠിച്ചിട്ട് ഒരു 9 സ്റ്റെപ്പ് ഉണ്ട്. ആ 9 സ്റ്റെപ്പും കൂടി പഠിച്ചതിന്റെ ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കൺസോളിഡേഷൻ പ്രോസസ്സ് ക്വസ്റ്റ്യൻസിലോട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പോകേണ്ടത് കേട്ടോ. ഓക്കെ. സോ അപ്പോ കൺസോളിഡേഷൻ സ്റ്റാർട്ട് ഫ്രം, കൺസോളിഡേഷൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്? എപ്പോഴായിരിക്കും? ഫ്രം ദി ഡേറ്റ് പാരന്റ് കമ്പനി അക്വയേഴ്സ് ദ കൺട്രോൾ. എപ്പോഴായിരിക്കും എൻഡ് ചെയ്യേണ്ടി വരിക? അപ്പൊ ഒരു കൺട്രോൾ അക്വയർ ചെയ്യുന്ന സമയത്ത് നമ്മളെ ഹോൾഡിംഗ് കമ്പനി ആ ഒരു സബ്സിഡറി കമ്പനിയിലുള്ള കൺട്രോൾ അക്വയർ ചെയ്യുന്ന സമയത്താണ് നമ്മൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കൺട്രോൾ അക്വയർ എന്ന് വെച്ചാൽ മോർ ദാൻ 15% അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നമുക്ക് എന്തുണ്ടാവണം? കൺട്രോൾ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ആ ഒരു സബ്സിഡറി കമ്പനിയിൽ കൺട്രോൾ ഉണ്ടാവും. സോ ആ കൺട്രോൾ അക്വയർ ചെയ്യുന്നത് എന്നാണോ അന്നാണ് നമ്മൾ കൺസോളിഡേഷൻ എന്ത് ചെയ്യേണ്ടത്? സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ ഇനി എന്നാണ് കൺസോളിഡേഷൻ എൻഡ് ചെയ്യേണ്ടത്? സോ ആൻഡ് its end when parent company loses control over subsidiary. നമുക്ക് ആ സബ്സിഡറി കമ്പനിയിലുള്ള കൺട്രോൾ പോയി കഴിഞ്ഞാൽ നമ്മൾ സെയിൽ ചെയ്താലൊക്കെ നമ്മളുടെ ഷെയർ ഹോൾഡിങ്സ് ഇപ്പോൾ നമുക്ക് 50% മുകളിൽ ഹോൾഡിങ്സ് ഉണ്ടായിരുന്നു. അതിലൊരു 25% നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്തായി മാറി? നമുക്ക് പിന്നെ അത് സബ്സിഡറി കമ്പനി അല്ല. അങ്ങനെ സബ്സിഡറി കമ്പനിയുടെ നമ്മളുടെ ആ ഒരു കൺട്രോൾ എന്നാണോ ലോസ് ആവുന്നത് അന്ന് നമ്മൾ എന്ത് ചെയ്യണം? കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യൽ എന്ത് ചെയ്യണം? എൻഡ് ചെയ്യണം. ഓക്കെ. സോ ഇതാണ് ഫസ്റ്റ് പോയിന്റ് നമ്മൾ പഠിക്കാനുള്ളത് കേട്ടോ. സോ ഇനി സെക്കൻഡ് പോയിന്റ്. സോ നിങ്ങൾക്ക് ഇൻഡേഴ്സ് 103 അറിയോ? ഇൻഡേഴ്സ് 103 പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു കമ്പനിന് നമ്മൾ അക്വിസിഷൻ അല്ലെ. സോ ബിസിനസ് കോമ്പിനേഷൻ ആണ് ഇൻഡേഴ്സ് 103 എന്ന് പറയുന്നത്. ബിസിനസ് കോമ്പിനേഷൻ ആണ്. അമാൽഗമേഷൻ, അക്വിസിഷൻ, അബ്സോർപ്ഷൻ, മെർജർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള
എല്ലാ ബിസിനസ്സിനെ അക്വയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രൊസീജിയേഴ്സും അതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റും പറയുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ് ഇൻഡ് AS 103. ബിസിനസ് കോമ്പിനേഷനും നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. അപ്പൊ ഒരു ബിസിനസ് കോമ്പിനേഷൻ പ്രകാരമായിരിക്കും നമ്മളൊരു കമ്പനിനെ എന്ത് ചെയ്തിട്ടുണ്ടാവുക, അക്വയർ ചെയ്തിട്ടുണ്ടാകുക അല്ലെ. സോ ചിലപ്പോൾ അമാൽഗമേഷന്റെ രൂപത്തിലായിരിക്കും നമ്മൾ ബിസിനസ് അക്വയർ ചെയ്തിട്ടുണ്ടാകുക, അല്ലെങ്കിൽ അബ്സോർപ്ഷന്റെ രൂപത്തിലായിരിക്കും നമ്മൾ ബിസിനസ് അക്വയർ ചെയ്തിട്ടുണ്ടാകുക അല്ലെ. സോ അപ്പൊ അല്ലെങ്കിൽ മെർജർ ആകാം, വാട്ട് എവർ. ഓക്കെ. അപ്പൊ ഇൻഡ് AS 103 നമുക്ക് അതിന്റെ ഗൈഡൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇൻഡ് AS 103 നമ്മൾ പഠിക്കും, അതിൽ നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇൻഡ് AS 103 gives the guidance for the accounting on the acquisition date. സോ അക്വിസിഷന്റെ ഡേറ്റില് എങ്ങനെ അക്കൗണ്ട് ചെയ്യണം, നമ്മൾ ഇത് ആ ഒരു ബിസിനസിനെ ടേക്ക് ഓവർ ചെയ്യുന്ന ഡേറ്റില് എങ്ങനെ അക്വയർ ചെയ്യണം, അതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണ് എന്ന് കറക്റ്റ് പറയുന്ന ഗൈഡൻസ് എവിടെയാണുള്ളത്, ഇൻഡ് AS 103 ബിസിനസ് കോമ്പിനേഷനിലെ. ഓക്കെ. അപ്പൊ 103 ഇൻഡ് AS 103 ട്രീറ്റ്മെന്റിന്റെ ശേഷമാണ് ഇൻഡ് AS 110 കൺസോൾട്ടേഷൻ ചെയ്യേണ്ടത്. പലർക്കും അതൊരു ഡൗട്ട് ഉള്ള കാര്യമാണ്. അപ്പൊ ഇൻഡ് AS 103 അക്വിസിഷൻ ഡേറ്റിലെ ബാലൻസ് ഷീറ്റ്, ഞാനിപ്പോ ഒരു കമ്പനിനെ അക്വയർ ചെയ്യുമ്പോൾ ആ കമ്പനിനെ അക്വയർ ചെയ്യുന്ന ഡേറ്റിലെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത് ഇൻഡ് AS 103 പ്രകാരമാണ്. അത് കഴിഞ്ഞിട്ട് അക്വിസിഷൻ കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സാണ് കൺസോളിഡേഷൻ. ആ കൺസോളിഡേഷൻ ചെയ്യേണ്ടത് ഇൻഡ് AS 110 പ്രകാരവുമാണ്. മനസ്സിലായോ? സോ ഹൗവർ ഫോർ ബാലൻസ് ഷീറ്റ് to be prepared after acquisition date, Ind AS 1110 will apply. Okay. So നമ്മൾ പറഞ്ഞത് എന്താണ്, അക്വിസിഷൻ ഡേറ്റിൽ ഇൻഡ് AS 103 പ്രകാരവും അക്വിസിഷൻ ഡേറ്റിന്റെ ശേഷം ഇൻഡ് AS 1110 പ്രകാരവുമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ. സോ ഇതാണ് സെക്കൻഡ് പോയിന്റ്. സോ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. ഓക്കെ. സോ ഇനി തേർഡ് പോയിന്റ്. സോ എല്ലാ ഐറ്റവും നമ്മൾ ഫുൾ കൺസോൾട്ടേഷൻ ആണ് ചെയ്യേണ്ടത്. നമ്മളിപ്പോ 51% എന്താ പറയാ, പിന്നെ ഹോൾഡ് ചെയ്താലും 100% ഹോൾഡ് ചെയ്താലും 80% ഹോൾഡ് ചെയ്താലും നമ്മൾ ഫുൾ കൺസോൾട്ടേഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ അക്വിസിഷൻ കമ്പനിയുടെ എല്ലാ അസറ്റും ലാബിലിറ്റീസും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ കൺസോൾട്ടേഷൻ പ്രിപ്പയർ ചെയ്യേണ്ടത്. അല്ലാതെ ഇപ്പൊ നമ്മൾ 51% ഹോൾഡ് ചെയ്തു, ആ കമ്പനിയുടെ 51% അസറ്റും ലാബിലിറ്റീസും കൂട്ടി യോജിപ്പിച്ചിട്ട് നമ്മൾ കൺസോൾട്ടേഷൻ ഉണ്ടാക്കാം. ആ പരിപാടി ഇല്ല. മനസ്സിലായോ? ആ പരിപാടി നടക്കൂല. ഫുൾ കൺസോൾട്ടേഷനിൽ എങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ 51%ഓ 100% വാട്ട് എവർ നിങ്ങൾ എന്തോ ഹോൾഡ് ചെയ്തോ, നോ പ്രോബ്ലം. പക്ഷെ നിങ്ങൾ കൺസോൾട്ടേറ്റ് ചെയ്യുമ്പോൾ എല്ലാ അസറ്റും ലാബിലിറ്റീസും ലൈൻ ബൈ ലൈൻ ആക്കി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ ഉൾക്കൊള്ളിക്കണം. അതില് 51% 100%ന്റെ കണക്കില്ല, എല്ലാ അസറ്റും ലാബിലിറ്റീസും എന്ത് ചെയ്യണം, ഉൾക്കൊള്ളിക്കണം. മനസ്സിലായോ? ഓക്കെ. സോ അപ്പൊ നമുക്ക് നോക്കാം. സോ ആൾ ഐറ്റം ഓഫ് അസറ്റ് ആൻഡ് ലാബിലിറ്റീസ്, ആൾ ഐറ്റം ഓഫ് അസറ്റ് ആൻഡ് ലാബിലിറ്റീസ്, ഇൻകം ആൻഡ് എക്സ്പെൻസസ്. അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും, ബാലൻസ് ഷീറ്റ് മാത്രം കൺസോൾട്ടേറ്റ് ചെയ്താൽ മതിയോ സാറേന്ന്? അല്ല, ബാലൻസ് ഷീറ്റും കൺസോൾട്ടേറ്റ് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും കൺസോൾട്ടേറ്റ് ചെയ്യണം, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റും എന്ത് ചെയ്യണം, കൺസോൾട്ടേറ്റ് ചെയ്യണം. മനസ്സിലായോ? ഓക്കെ. അപ്പോ ഇൻകം ആൻഡ് എക്സ്പെൻസസ് should be fully added. അതായത് 100% ആഡ് ചെയ്യണം on a line by line basis. This is irrespective of, ശ്രദ്ധിച്ചോ, this is irrespective of the stakeholding. Irrespective of the stakeholding. ഇപ്പൊ 51% or
100%, വാട്ടെവർ നിങ്ങൾ സ്റ്റേക്ക് ഹോൾഡിംഗ് എന്തോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഷെയർ ഹോൾഡിംഗ്സ് എന്തോ ആയിക്കോട്ടെ, സോ നിങ്ങൾ എല്ലാ എക്സ്പെൻസും ഇൻകംസും അസറ്റും ലയബിലിറ്റീസും ഒക്കെ എന്ത് ചെയ്യണം, ഫുള്ളി നിങ്ങൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. സോ ഇതാണ് തേർഡ് പോയിന്റ് കേട്ടോ. സോ ഇനി ഫോർത്ത് പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അതായത് നമ്മളിപ്പോ എച്ച് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെ വേണ്ട എച്ച് ലിമിറ്റഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഹോൾഡിംഗ് കമ്പനി, എസ് ലിമിറ്റഡ് എന്ന് പറയുമ്പോൾ സബ്സിഡറി കമ്പനി. ഓക്കെ, സോ അപ്പൊ എച്ച് ലിമിറ്റഡില് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ, സോ ബാലൻസ് ഷീറ്റിൽ എന്തുണ്ടാകും, ഇൻവെസ്റ്റ്മെന്റ് അല്ലെ. സോ ഇൻവെസ്റ്റ്മെന്റ് ഇൻ എസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ബാലൻസ് ഷീറ്റിൽ അസറ്റ് കാണിക്കുന്നുണ്ടാവും അല്ലെ. സോ എസ് ലിമിറ്റഡില് നമ്മളെ ബാലൻസ് ഷീറ്റില് ഈ ഇൻവെസ്റ്റ്മെന്റ് എന്തായിട്ട് കാണിക്കുന്നുണ്ടാവും, ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടും കാണിക്കുന്നുണ്ടാവും. ഓക്കെ, സോ അപ്പൊ നമ്മൾ ഈ ഹോൾഡിംഗ് കമ്പനിയിലാണല്ലോ നമ്മൾ കൺസോൾട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഇൻവെസ്റ്റ്മെന്റ് ഇൻ എസ് ലിമിറ്റഡ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് ഒഴിവാക്കണം, എലിമിനേറ്റ് ചെയ്യണം. മനസ്സിലായോ? അതാണ് അടുത്ത പോയിന്റ്. സോ ഇത് ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്ത് ഒഴിവാക്കണം കേട്ടോ. സോ ബാലൻസ് ഷീറ്റിൽ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ എന്തുണ്ടാവാൻ പാടില്ല, നമ്മൾ എസ് ലിമിറ്റഡിൽ സബ്സിഡറി കമ്പനിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ എന്ത് ചെയ്യാൻ പാടില്ല, കാണിക്കാൻ പാടില്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, സോ അപ്പോൾ അതാണ് ഞാൻ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. സോ എലിമിനേറ്റ് the parent's investment in the subsidiary with the parent's share in the subsidiary's equity. അപ്പൊ നിങ്ങൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഇൻവെസ്റ്റ്മെന്റ് ഇൻ എസ് ലിമിറ്റഡും പിന്നിലുള്ള ഈ ഒരു ഇക്വിറ്റിയും നമ്മൾ എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇത് രണ്ടും എലിമിനേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. സോ അപ്പൊ പാരന്റ്സ് ഇൻവെസ്റ്റ്മെന്റ് വിത്ത് ദി പാരന്റ് ഷെയർ ഇൻ ദി സബ്സിഡറീസ് ഇക്വിറ്റി, ഈ സബ്സിഡറീസിലുള്ള ഈ ഇക്വിറ്റിയും അതേപോലെ തന്നെ പാരന്റ്സ് ഇൻവെസ്റ്റ്മെന്റും നമ്മൾ എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്യണം. സോ ഇവിടെയാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, സോ സ്വാഭാവികമായിട്ടും എന്താ പറയുക, നമ്മൾ ഇവിടെയാണ് കോസ്റ്റ് ഓഫ് കൺട്രോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്താ കോസ്റ്റ് ഓഫ് കൺട്രോൾ? നമ്മൾ കോസ്റ്റ് ഓഫ് കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഓരോ ബാലൻസ് ഷീറ്റ് ഡേറ്റിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു എന്താ പറയുക ഷെയർസ് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം, വേണ്ടേ? അതായത് നമ്മളുടെ ഷെയർസ് നമ്മൾ ഇപ്പോൾ കോസ്റ്റ് ഇപ്പോൾ ഒരു 3 ലക്ഷം ഉണ്ട്, പക്ഷെ അതിന്റെ പിന്നെ ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ് ആൻഡ് സർപ്ലസ് ആകെ ഒരു 2 ലക്ഷം ഉള്ളൂ, നമുക്ക് നഷ്ടല്ലേ? നഷ്ടാണ്. സോ അപ്പോൾ എല്ലാ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും നമ്മൾ കോസ്റ്റ് ഓഫ് കൺട്രോൾ കാണണം. സോ നഷ്ടമാണെന്നുണ്ടെങ്കിൽ ഗുഡ് വില്ലിലോട്ടും, ലാഭമാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ റിസർവിലോട്ടും നമ്മൾ എന്ത് ചെയ്യണം, അതിനെ കൺവേർട്ട് ചെയ്യണം. മനസ്സിലായോ? സോ അത് നമ്മൾ പഠിക്കും സ്റ്റെപ്പ്, പിന്നെ സ്റ്റെപ്സ് നമ്മൾ കൺസോൾട്ടേഷന്റെ സ്റ്റെപ്സ് പറയുന്നുണ്ടല്ലോ, ആ സ്റ്റെപ്സിൽ നമ്മൾ എന്ത് ചെയ്യും, കോസ്റ്റ് ഓഫ് കൺട്രോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് എന്ത് ചെയ്യും, പറയും. അപ്പൊ ഈ കോസ്റ്റ് ഓഫ് കൺട്രോൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ലാഭമാണോ നഷ്ടമാണോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഈ പാരന്റ്സ് കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റും അതേപോലെ സബ്സിഡറി കമ്പനികളിലെ ഈ ഷെയർസും നമ്മൾ എലിമിനേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പിന്നെ ഡിഫറൻസ് ഗുഡ് വില്ലാണോ ക്യാപിറ്റൽ റിസർവ് ആണോ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ ഒരു എക്സാമ്പിള്, എക്സ് ലിമിറ്റഡ് വൈ ലിമിറ്റഡില് ഒരു 60% ഹോൾഡ് ചെയ്യുന്നു. അപ്പൊ ബാക്കി എന്താ പറയാ വൈ ലിമിറ്റഡിലുള്ള 40% എന്ന് പറയുന്നത് ഔട്ട്സൈഡിലുള്ള ഏതോ ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നതാണ്, ഹോൾഡ് ചെയ്യുന്നതാണ്. സോ അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് വിളിക്കുക. എന്താ വിളിക്കുക, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. സോ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിനെ നമുക്ക് ഷോർട്ട് ആയിട്ട് എന്ത് വിളിക്കാം, NCI എന്ന് വിളിക്കാം. NCI എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിളിക്കാൻ പറ്റും. ഓക്കെ, അതാണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. സോ അതാണ് നെക്സ്റ്റ് പോയിന്റ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, സോ ആസ് പെർ ഇൻഡേസ് 103, ആസ് പെർ ഇൻഡേസ് 103 എന്ന് വെച്ചാൽ ബിസിനസ് കോമ്പിനേഷൻ കേട്ടോ. സോ NCI on acquisition date can be valued. രണ്ട് മെത്തേഡിൽ നമുക്ക് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം, അതായത് പുറത്തുള്ള ആൾക്കാരെ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്ന് ഫെയർ വാല്യൂ മെത്തേഡ് പ്രകാരവും, ഓർ അല്ലാന്നുണ്ടെങ്കിൽ പ്രൊപ്പോർഷനേറ്റ് നെറ്റ് അസെറ്റ് മെത്തേഡ് പ്രകാരം കേട്ടോ. സോ പ്രൊപ്പോർഷനേറ്റ് നെറ്റ് അസെറ്റ് മെത്തേഡ് പ്രകാരം.
ഓക്കെ, പ്രൊപ്പോർഷനേറ്റ് നെറ്റ് അസെറ്റ് മെത്തേഡ് പ്രകാരം. സോ 2 മെത്തേഡ് പ്രകാരം അക്വിസിഷൻ ഡേറ്റിൽ കേട്ടോ, അതായത് ഇൻഡെക്സ് 103 അപ്ലിക്കബിൾ ആകുന്നത് അക്വിസിഷൻ ഡേറ്റിലാണ്. സോ ആ അക്വിസിഷൻ ഡേറ്റിൽ നമുക്ക് NCI, അതായത് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ 2 മെത്തേഡ് ഉണ്ട്, ഫെയർ വാല്യൂ മെത്തേഡും അതേപോലെ പ്രൊപ്പോർഷനേറ്റ് മെത്തേഡും കേട്ടോ. പക്ഷേ ഓൺ പോസ്റ്റ് അക്വിസിഷൻ, എന്താ പോസ്റ്റ് അക്വിസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് അക്വിസിഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. പോസ്റ്റ് അക്വിസിഷനിലെ NCIന്റെ വാല്യൂ എന്താവും, ചേഞ്ച് ആകും. NCIന്റെ വാല്യൂ എന്താവും, ചേഞ്ച് ആവും കേട്ടോ. സോ അതിൽ നമ്മൾ എന്ത് ചെയ്യും, പോസ്റ്റ് അക്വിസിഷൻ റിസർവ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യണം. അപ്പൊ ഈ NCIയിൽ അവർക്ക് പിന്നെ ഫ്യൂച്ചറിൽ അവർക്ക് ആ 40% ഉണ്ടാവല്ലോ, അപ്പൊ അതിൽ റിസർവിൽ അവർക്ക് ഷെയർ ഉണ്ടാകും, അത് പോസ്റ്റ് അക്വിസിഷൻ റിസർവിൽ ഷെയർ ഉണ്ടാവും, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിൽ ഷെയർ ഉണ്ടാവും. അപ്പൊ ആ ഷെയറുകളൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് ആ NCIന്റെ വാല്യൂ എന്ത് ചെയ്യും, ഇൻക്രീസ് ആകാം, ഡിക്രീസ് ആവാം, വാട്ടവർ ഒക്കെ. അപ്പോൾ NCIന്റെ വാല്യൂ എന്ത് ചെയ്യും, പോസ്റ്റ് അക്വിസിഷൻ ബാലൻസ് ഷീറ്റ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ NCIന്റെ വാല്യൂ നമ്മൾക്ക് ചേഞ്ച് ആകും. പക്ഷേ ഇൻഡെക്സ് 103 ബിസിനസ് കോമ്പിനേഷന്റെ സമയത്ത് നമ്മൾ NCI കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 2 മെത്തേഡിലാണ്, ഒന്ന് ഫെയർ വാല്യൂ മെത്തേഡിലും പ്രൊപ്പോർഷനേറ്റ് നെറ്റ് അസെറ്റ് മെത്തേഡിലും. ഈ 2 മെത്തേഡും നമ്മൾ എപ്പോൾ പഠിക്കും, ബിസിനസ് കോമ്പിനേഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും കേട്ടോ. ഓക്കെ, സോ ഇനി നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ 2 ടൈപ്പ് നമുക്ക് ആദ്യം ഇപ്പോ അനാലിസിസ് ഓഫ് പ്രോഫിറ്റ് നമുക്ക് ചെയ്യാനുണ്ട്. എന്താ അനാലിസിസ് ഓഫ് പ്രോഫിറ്റ് എന്ന് വെച്ചാല് ഈ സബ്സിഡറി കമ്പനിയുടെ പ്രോഫിറ്റ് നമുക്ക് എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. അപ്പോ ഈ പിന്നെ റിസർവ് ആൻഡ് സർപ്ലസിൽ നമുക്ക് എന്തുണ്ടാകും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഉണ്ടാകും, അതേപോലെ തന്നെ റിസർവിന്റെ ഒക്കെ ബാലൻസ് ഉണ്ടാവും അല്ലെ. ഈ റിസർവും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൊക്കെ, സോ ഇതില് പോസ്റ്റ് അക്വിസിഷൻ അതേപോലെ തന്നെ പ്രീ അക്വിസിഷൻ എത്ര ഉണ്ട്, പോസ്റ്റ് അക്വിസിഷൻ എത്ര ഉണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. എന്താ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല്, പ്രീ അക്വിസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ചിലപ്പോൾ അക്വയർ ചെയ്യുന്നത് ഇപ്പോൾ 1/7 നോട്ടിക്കോ, അതായത് ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1/4 അല്ലെ. സോ 1/4 കഴിഞ്ഞിട്ട് നമ്മൾ അക്വയർ ചെയ്യുന്നത് 1/7. അപ്പൊ ഈ 1/7 മുന്നുള്ള ഈ ഡേറ്റ് ഉണ്ടല്ലോ, സോ അതിനാണ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ അക്വയർ ചെയ്തതിന്റെ ശേഷമുള്ള പ്രോഫിറ്റിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ് ആൻഡ് സർപ്ലസ്. നമ്മൾ എന്താ പറയുക, കോസ്റ്റ് ഓഫ് കൺട്രോളും ലാഭവും നഷ്ടമൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും റിസർവും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. പോസ്റ്റ് അക്വിസിഷൻ നമ്മളുടെ പോസ്റ്റ് കൺസോളിഡേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് എഴുതുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇത്രയും മനസ്സിലാക്കിയാൽ മതി, നമ്മളുടെ സബ്സിഡറി കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും റിസർവ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, പ്രീ അക്വിസിഷൻ ആയിട്ടും പോസ്റ്റ് അക്വിസിഷൻ ആയിട്ടും ഡിവൈഡ് ചെയ്യേണ്ടത്. അത് എന്തിനാണ് ഡിവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ സ്റ്റെപ്സ് പറഞ്ഞു തരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ ശ്രദ്ധിക്കണം. സോ നമുക്ക് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അപ്പൊ ഇതിനൊരു 9 സ്റ്റെപ്പ് ഉണ്ട്. ആ 9 സ്റ്റെപ്പ് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരും. ഓക്കെ, സോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മൈൻഡിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. സോ അടുത്ത വട്ടം കാണാം. ഓക്കെ, ബൈ. ഫീസ് കളക്ഷൻ കാരണം തന്നെ ഈ ക്ലാസ് എന്തെങ്കിലും ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ഒരു പിന്നെ സെഷനോ കാര്യങ്ങളോ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്യുന്ന കളക്ഷൻ ഡിലേ ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഒന്ന് ക്ലാസ് എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ കളക്ഷൻ ഈ കളക്ഷൻ വരുന്ന ഡീറ്റെയിൽസ് ഈ ഗ്രൂപ്പിലിടണേ.